ഫ്ലാറ്റ്. ഞാൻ ചെന്ന് വിളിച്ചു, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വരും. അമ്മ വന്നിട്ട് കഴിക്കും. എന്റെ മോൻ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എനിക്ക് ഉറക്കം ക്ലിയർ ആയില്ല. ഉറക്കം വന്നില്ല. ആ കൂടെ കിടക്കുന്നവര് ഉറക്കം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഓ എന്തായാലും പ്രശോഭനന്റെ അവസ്ഥ എന്റെ പ്രതീക്ഷന് വന്നിട്ടില്ല അല്ലേ എന്നാ? എന്റെ പൊറ്റു മക്കളെ ഒന്നും പറയണ്ട. അച്ഛമ്മ മിഥുനെന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിലെ ഒരു രംഗം ഞാൻ ആ സിനിമ ഫോണിൽ കണ്ടപ്പോ കണ്ടു. എന്തോ പറയാനാ, ഒരു പായിക്കകത്ത് ഉർവശിയെ ചുരുട്ടി വെച്ചോണ്ട് ശ്രീനിവാസനും മോഹൻലാലും കൂടെ ചുവന്നോണ്ട് പോന്നു. കടത്തുക ശരിയെന്ന് വെച്ചമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനാണത്. ആ ഒളിച്ചോട്ടോ അല്ലേ അമ്മ? ഒളിച്ചോട്ടം എങ്ങനെ കൊണ്ട് പോയാ എന്തോ പായിലല്ലേ. ഒന്നും പറയണ്ട. ഇപ്പൊ ഇതൊക്കെയാ പരിപാടി. കൂട്ടുകാരന്മാര് പെണ്ണിനെ കടത്തി കൊണ്ട് കൊടുക്കുക. ദൈവമേ, അതും പായിക്കാതിരിക്കുന്നത്. അമ്മ പിന്നെ ഈ കൂട്ടുകാർക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പണി കിട്ടിയവരെ എനിക്കറിയാം. ആ അത് കിട്ടുമല്ലോ. മുന്നും പിന്നും നോക്കാതെ കൂട്ടുകാർക്ക് വേണ്ടി ഇറങ്ങി അവസാനം പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പല്ലയോ? അത് ചേട്ടനെ കൂട്ടുകാർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന കൂട്ടുകാരെ കണ്ടിട്ടില്ലാത്തതിന്റെ കുഴപ്പമാണ്. നീ പറഞ്ഞ ശരിയാണ് കൂട്ടാ. അല്ലെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അല്ലെങ്കിൽ വിലയുള്ളത്? ഈ ചങ്ക് പറിച്ചു കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം ആലോചിച്ചത്. ചങ്ക് പറിച്ചാ പിന്നെ പണിയെടുക്കാൻ പറ്റൂ? അതല്ല കൊച്ചമ്മ, എന്റെ അമ്മായിയുടെ മോനെ കൂട്ടുകാരന്റെ പെണ്ണ് വിളിച്ചിറക്കാൻ പോയൊരു കഥയുണ്ട്. അങ്ങനെ അമ്മായിയുടെ മോനും കൂട്ടുകാരനും കൂടെ ചെന്ന് പെണ്ണിനെ വിളിച്ചിറക്കി. പക്ഷെ നാട്ടുകാർ കയ്യോടെ പൊക്കി പിടിച്ചു കെട്ടിയിട്ട് അടിന്ന് പറഞ്ഞ ഒടുക്കത്തടി. കൂട്ടുകാരനോട് ചോദിച്ച് ഈ പെണ്ണിനെയും കൂടെ വന്ന് ചെറുക്കനെ അറിയാവുന്നു. കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് രണ്ടുപേരും അറിഞ്ഞിട്ട് വന്നിട്ട് അവൻ ഓട്ടം ഓടി. അവസാനം എന്ത് ചെയ്ത് രണ്ടുപേരും കൂടെ പിടിച്ചങ്ങ് നാട്ടുകാർ കെട്ടിച്ച്. പിന്നെ അല്ല അത് അതിനുള്ളത് എന്തായാലും ദൈവം കൊടുക്കും. അത് കൃത്യമായിട്ട് കൊടുത്തു കേട്ടാ. ഒരു കൊച്ചു ഫ്രീ കൊടുത്തു. ഒരു കൊച്ചുള്ള പെണ്ണിനായിരുന്നു കൂട്ടുകാരൻ പ്രേമിച്ചത്. അത് കലക്കിയടാ, അത് കലക്കി. ഒന്നുമില്ലേലും ദൈവത്തിന് അത്രയെങ്കിലും തോന്നില്ല ഒരു ഫ്രീ ആയിട്ടൊരു കൊച്ചിനെ കൊടുക്കാൻ. കൂട്ടിച്ചും കണ്ടും ഒക്കെ നടന്നായ എല്ലാ കൂട്ടുകാർക്കും കൊള്ളാം. അതെ, എന്തെല്ലാം കഥകൾ. ചങ്ക് വരച്ചു കൊടുത്തോ കേട്ടാ. അമ്മ പറഞ്ഞ കേട്ടല്ല, സ്വന്തം കാര്യം നോക്കി മാത്രം പോവാ. ഞാൻ എന്താണേലും പോകും. ആ പിന്നെ പോവും, കാണണം. അത് ശരി. ഇവിടെ സൂക്ഷിച്ച് നടക്കേണ്ടവരൊക്കെ ഉണ്ടല്ലേ ഇവിടെ? ആമാ ചിലരൊക്കെ ഉണ്ട്. ഓ പതിച്ചിരി കഴിയട്ടെ. എനിക്ക് ആ സിനിമ എന്റെ മനസ്സിനകത്തേക്ക് ഇരിക്കുന്നത്. ഓർമ്മിക്കുമ്പോ നല്ല സീനാണ്. നല്ല സിനിമ, നല്ല സിനിമ. അയ്യോ കഴിക്ക്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.